പാർട്ടിക്കും നേതാക്കൾക്കുമെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി സ്വാതി മാലിവാൾ MP. ആം ആദ്മി പാർട്ടി നേതാക്കളിൽ നിന്ന് വധഭീഷണിയും ബലാത്സംഗ ഭീഷണിയും നേരിടുന്നെന്നാണ് ആരോപണം. പാർട്ടി വ്യക്തിഹത്യ നടത്തുന്നുവെന്നും സ്വാതി മാലിവാൾ ആരോപിക്കുന്നുണ്ട്. വിവരങ്ങളുമായി നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. നിതിൻ, കൂടുതൽ ആരോപണങ്ങളുമായി മുന്നോട്ട് വരികയാണ് സ്വാതി മാലിവാൾ. ഇത് ആം ആദ്മിയുടെ ഭാഗത്തു നിന്ന് BJPയുടെ ഒരു ചട്ടുകമായി സ്വാതി മാലിവാൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുമ്പോഴാണ് പുതിയ പരാതിയുമായി സ്വാതി മാലിവാൾ എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കും. ക്രിസ്റ്റീന, സ്വാതി മാലിവാൾ BJPയുടെ ചട്ടുകമായി എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നൊരു ആരോപണമാണ് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അതേസമയം തന്നെ യൂട്യൂബർ ധ്രുവ് റാട്ടി കഴിഞ്ഞ ദിവസം സ്വാതി മാലിവാളുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വലിയ തരത്തിൽ ഭീഷണി നേരിടുന്നത് സ്വാതി മാലിവാൾ ഇപ്പോൾ ആരോപിക്കുന്നത്. വധഭീഷണിയും ബലാത്സംഗ ഭീഷണിയും നേരിടുന്നതായിട്ടാണ് ഇപ്പോൾ സ്വാതി മാലിവാൾ എക്സ് അക്കൗണ്ടിലൂടെ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ പരാതി പിൻവലിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നു എന്നും സ്വാതി മാലിവാൾ പറയുന്നു. കൂടാതെ ആം ആദ്മി പാർട്ടി നേതാക്കൾ ഭയപ്പെടുത്തുന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിൽ പരാതി പിൻവലിക്കാനുള്ള സമ്മർദ്ദമാണ് ഒരു വശത്തു നിന്നും ശക്തമായി തുടരുന്നത്. ഇതാണോ ആം ആദ്മി പാർട്ടിയുടെ സ്ത്രീ സുരക്ഷ എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ സ്വാതി മാലിവാൾ ഉന്നയിക്കുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടി നേതാക്കൾ നിരന്തരമായി വ്യക്തിഹത്യ നടത്തുന്ന ആരോപണം ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ യാതൊരു തരത്തിലും പരാതി പിൻവലിക്കാതെ മുന്നോട്ട് പോകും എന്ന നിലപാട് ആവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചില ഭീഷണി സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഇന്നിപ്പോൾ സ്വാതി മാലിവാൾ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.